വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശാരദാമ്മ ശാലിനിയോട് സംസാരിക്കുകയാണ്. ഇപ്പോൾ അതൊന്നും അല്ല പ്രശ്നം, പപ്പിയെ കാണാതായതിൽ ആകെ കത്തിക്കയറി രോഹിത്ത് നിൽക്കുകയാണ്. സത്യയുടെ വീട്ടിലോട്ട് വരണം, സത്യയുടെ അമ്മയെ കാണണമെന്നുള്ള വാശിയിലാണ് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരാനോ, അതെങ്ങനെ ശരിയാവും അമ്മയെന്നിങ്ങനെ ശാലിനി ചോദിക്കുകയാണ്. അതൊക്കെ നീ എന്നോടാണോ ചോദിക്കുന്നതെന്നും പറഞ്ഞ് ശാരദാമ്മ തിരിച്ചു പറയുന്നുണ്ട്. അന്നേരം ഇവിടെ വന്നാൽ ശരിയാവില്ലല്ലോ, വീട്ടിൻ്റെ പേരും അഡ്രസ്സും ഒക്കെ പറയുമ്പോൾ വിഷ്ണുവിനെ മനസ്സിലാവില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ വെപ്രാളത്തിലാണെന്ന് ശ്രദ്ധിച്ച് കാണില്ല. പിന്നെ PTP നഗറിൽ നമ്മുടെ വീട് മാത്രമല്ലല്ലോ, ഏതോ ഒരു സത്യയുടെ വീട് അങ്ങനെ വിചാരിച്ച് കാണുകയുള്ളൂ എന്ന് പറയുമ്പോൾ ജില്ലാ കളക്ടറുടെ മകളാണ് സത്യ എന്ന് സ്കൂളുകാർ പറഞ്ഞോ ചോദിക്കുന്നുണ്ട്. അതൊന്നും നീ ആരോടും പറയരുത് എന്ന് പറഞ്ഞതുകൊണ്ട് അവരാരും പറഞ്ഞു കാണില്ല. പക്ഷേ വിഷ്ണുവും നീയും തമ്മിൽ കാണണമെന്നും ഒരുമിച്ച് ജീവിക്കണമെന്നും ഒക്കെ തന്നെയാണ് അമ്മയുടെ ആഗ്രഹം. പക്ഷേ ഇപ്പോൾ അതിന് പറ്റിയ സമയമല്ല, നിങ്ങളുടെ രണ്ട് കുഞ്ഞുങ്ങളും കൈമോശം വന്നിരിക്കുന്ന സമയമാണ്, തലയിൽ നിലാവെളിച്ചം മാത്രമേ ഉള്ളൂ. എന്താ ചെയ്യുക? ഇപ്പോൾ അവർ അവിടത്തേക്ക് വരാതിരിക്കാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യുക, മനസ്സിലായോ മോളെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശാലിനിക്ക് പെട്ടെന്ന് എന്തോ ഒരു ഐഡിയ പോലെ തോന്നുകയാണ്. അമ്മ ഫോൺ വെച്ചോ എന്ന് പറയുന്നുണ്ട്. അന്നേരം മോളെ എന്നൊക്കെ വിളിക്കുന്നുണ്ട് ശാരദാമ്മ. ഞാൻ പറഞ്ഞ് അവൾക്ക് മനസ്സിലായി കാണുമോ, ഈശ്വര കാത്തോളണേന്നും പറഞ്ഞ് ശാരദാമ്മ നിൽക്കുകയാണ്. അന്നേരം എന്താ ശാലിനി എന്നും പറഞ്ഞ് ഫോൺ വെച്ച ശേഷം ദേവൻ ചോദിക്കുമ്പോൾ ശാലിനി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതേ കാണിക്കുന്നുള്ളൂ. ഇതേസമയം ശ്യാമയാണെങ്കിൽ പ്രിൻസിപ്പലിനോടും ക്ലാസ് ടീച്ചറോടും ഒക്കെ അങ്ങ് ദേഷ്യപ്പെടുകയാണ്. നിങ്ങളെ വിശ്വസിച്ചല്ലേ ഞങ്ങൾ കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കുന്നത്, ഗേറ്റിനകത്ത് വരെ കൊണ്ടാക്കിയതാണ്, സെക്യൂരിറ്റിയും ടീച്ചേഴ്സും എല്ലാവരും ഉണ്ടായിരുന്നു, പിന്നെ എങ്ങനെ നിങ്ങൾ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണെന്നും പറഞ്ഞ് ആകെ ശ്യാമയങ്ങ് ദേഷ്യപ്പെടുകയാണ്. അന്നേരം വിഷ്ണു ആണെങ്കിൽ ആകെ ഒരു സമാധാനത്തിൽ നിൽക്കുകയാണ്. ശ്യാമയെ ഒന്നും പറയണ്ട, അവർ പറയുന്നത് പോലെ പറയുന്നൊന്ന് കേൾക്കുമെന്ന് പറയുമ്പോൾ എന്ത് കേൾക്കാനാണ്, അവർ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. രോഹിത്ത് പപ്പിയെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ടാണ് പോയത്, പിന്നെ കുട്ടി എവിടെ പോയി എന്നൊക്കെ ചോദിക്കുമ്പോൾ രോഹിത്തും അങ്ങ് ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. ഇതേസമയം ടീച്ചർ പറയുന്നുണ്ട്, നിങ്ങൾ സാവകാശം നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം, ഇത് കിഡ്നാപ്പിംഗ് ഒന്നുമല്ല, പുറത്തുനിന്ന് ആരും സ്കൂൾ കോമ്പൗണ്ടിലേക്ക് വന്നിട്ടില്ല, രണ്ട് കുട്ടികളും കൂടി തീരുമാനിച്ച് എന്തോ പ്ലാൻ ചെയ്ത് ഇവിടെ നിന്ന് പോയതാണെന്ന് പറയുന്നുണ്ട്. ആദ്യം വന്നത് സത്യഭാമ എന്ന കുട്ടിയാണ്. ആ കുട്ടിയാണെങ്കിൽ പത്മിനിയെ കാത്ത് ഗേറ്റിൽ നിൽപ്പുണ്ടായിരുന്നു. പത്മിനി വന്നിട്ടും അവർ ക്ലാസ്സിലേക്ക് കയറിയില്ല, സെക്യൂരിറ്റിയുടെ കണ്ണ് വെട്ടിച്ച് പോവുകയാണ് ചെയ്തത്. അവർ തങ്ങൾ നേരത്തെ എന്തോ പ്ലാൻ ചെയ്തിരുന്നു, അല്ലെങ്കിൽ സ്കൂളിൽ വന്നിട്ടായിരിക്കാം പ്ലാൻ ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ ശ്യാമ ഒരു നിമിഷം ഓർക്കുകയാണ്. രാവിലെ പുറപ്പെടുന്നതിന് മുന്നേ സത്യ ഒന്ന് ഫോൺ ചെയ്യണമെന്നും പറഞ്ഞ് പപ്പി ഫോൺ ചെയ്തതും പിന്നീട് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശ്യാമ അങ്ങ് മാറിപ്പോയതും ഒക്കെ ഓർക്കുന്നുണ്ട്. തുടർന്ന് ക്ലാസ് ടീച്ചറും പറയുകയാണ്, സത്യഭാമ എന്ന കുട്ടി പറയുന്ന അനുസരിച്ചാണ് ഇപ്പോൾ പപ്പി പ്രവർത്തിക്കുന്നത്, അവർ തങ്ങളെ നല്ല ഫ്രണ്ട്സാണ് എന്നൊക്കെ, ഫ്രണ്ട്സിന് കൂടുതൽ ബന്ധമുണ്ട്, ഒരാൾ പറയുന്നത് പോലെയാണ് മറ്റേയാൾ കേൾക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ എന്തിനാ അങ്ങനെ പറയുന്നത് എന്നിങ്ങനെ പ്രിൻസിപ്പൾ വിലക്കുന്നുണ്ട്. പക്ഷേ ക്ലാസ് ടീച്ചർ അങ്ങ് തുറന്ന് പറയുന്നുണ്ട്. സത്യയുടെ മേളിൽ എല്ലാ കുറ്റവും അങ്ങ് ചാരുകയാണ്. തുടർന്ന് വന്നേ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് രോഹിത് ആകെ ദേഷ്യപ്പെട്ട് ശ്യാമയെ വിളിക്കുന്നുണ്ട്. എന്നാൽ രോഹിത് ശ്യാമ വിളിക്കുമ്പോൾ വന്നേ എന്ന് വിളിക്കുകയാണ്. തുടർന്ന് ശ്യാമ പിറകെ അങ്ങ് പോകുന്നുണ്ട്. വിഷ്ണു ആണെങ്കിൽ ഒരു നിമിഷം എല്ലാവരെയും നോക്കിയിട്ട് അവരുടെ കൂടെ പോവുകയാണ്. അതേസമയം ക്ലാസ് ടീച്ചറെ പ്രിൻസിപ്പൾ വഴക്ക് പറയുന്നുണ്ട്, ടീച്ചർ എന്തിനാ സത്യഭാമയുടെ പേര് എടുത്തു പറഞ്ഞത് എന്ന്. അന്നേരം കാര്യങ്ങൾ നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ ജില്ലാ കളക്ടറുടെ മകളാണ് സത്യയെന്ന് ഓർക്കണം എന്ന് പ്രിൻസിപ്പൾ പറയുകയാണ്. അന്നേരം മക്കൾ തോന്നിയാസം കാണിച്ചാൽ രക്ഷിതാക്കൾ തന്നെയാണ് ഉത്തരം പറയേണ്ടത്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ജില്ലാ കളക്ടറും സത്യാമ്മയും കൂടി അങ്ങോട്ട് കൊമ്പ് കോർക്കട്ടെ, നമ്മൾ എന്തിനാ ഇതിൻ്റെ ഇടയിൽ കിടന്ന് പെടാപ്പാട് വിടുന്നതെന്ന് ക്ലാസ് ടീച്ചറും പറഞ്ഞ് ഒഴിയുകയാണ്. ഇതേസമയം സത്യയും പപ്പിയും കൂടി ബസ്സിൽ പോവുകയാണല്ലോ. പിറകിൽ കാല് വയ്യാത്ത ആൾ ഇരിപ്പുണ്ട്. കണ്ടക്ടർ ടിക്കറ്റും ചോദിക്കുമ്പോൾ മീൻപാറ എന്ന് പറയുകയാണ്. അന്നേരം മീൻപാറ ടോപ്പിലോ അടിവാരത്തവും ചോദിക്കുകയാണ്. അന്നേരം കുട്ടികൾക്ക് അറിയില്ലല്ലോ, ഈ കാല് വയ്യാത്ത ആൾ ഈ കുട്ടികളെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അന്നേരം ആർട്ടിസ്റ്റ് അങ്കിളിൻ്റെ വീടിൻ്റെ അവിടെ എന്ന് പറയുമ്പോൾ ആർട്ടിസ്റ്റ് അങ്കിളോ അതാരാ എന്ന് ചോദിക്കുന്നുണ്ട് കണ്ടക്ടർ. അന്നേരം പെട്ടെന്ന് ഈ കാല് വയ്യാത്ത ആൾ പറയുന്നുണ്ട് അത് ടോപ്പിലാണെന്ന്. അന്നേരം കുട്ടികളിങ്ങനെ തിരിഞ്ഞ് നോക്കുകയാണ്. തുടർന്ന് കണ്ടക്ടറും ഇയാളെന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് സത്യ ഹാഫ് മതി എന്ന് പറയുന്നുണ്ട്. രണ്ടാളിലേന്ന് ചോദിച്ച് ടിക്കറ്റ് കൊടുക്കുകയാണ്. തുടർന്ന് പൈസ കൊടുക്കുമ്പോൾ സത്യ 500 നോട്ടാണ് കൊടുക്കുന്നത്. അന്നേരം 500 രൂപയോ ചില്ലറ ഇല്ലേന്ന് ഇങ്ങനെ കണ്ടക്ടർ ചോദിക്കുകയാണ്. അന്നേരം ഇല്ല എന്ന് പറയുമ്പോൾ ആ ടോപ്പിലെത്തുമ്പോഴേക്കും ബാലൻസ് തരാമെന്ന് പറയുകയാണ്. തുടർന്ന് ഈ കാല് വയ്യാത്ത ആൾ പറയുന്നുണ്ട് അതങ്ങ് കൊടുത്തേക്കണേ, പിള്ളേരാണ്, പറ്റിക്കല്ലേ കണ്ടക്ടർ എന്ന് പറയുമ്പോൾ ഇയാളുടെ കാര്യം നോക്കിയാൽ മതി, ഞാൻ കൊടുത്തോളാം എന്ന് പറയുകയാണ്. തുടർന്ന് ഇയാൾ എവിടേക്കാന്ന് ചോദിക്കുമ്പോൾ മീൻപാറന്ന് കാല് വയ്യാത്ത ആളും പറയുന്നുണ്ട്. അന്നേരം ടോപ്പിലോ അടിവാരത്തോ ചോദിക്കുമ്പോൾ ടോപ്പിൽ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ ടിക്കറ്റ് വാങ്ങുന്നുണ്ട്.
ഇതേസമയം രോഹിത്തും ശ്യാമയും കൂടെ സ്കൂൾ വരാന്തയിലൂടെ ഇങ്ങനെ നടന്നു വരികയാണ്. വിഷ്ണു ആണെങ്കിൽ പുറകെ വരുന്നുള്ളൂ. ഇതേസമയം ദേവനും സ്കൂളിലേക്ക് എത്തുന്നുണ്ട്. ഇങ്ങനെ നടന്നു വരുമ്പോൾ രോഹിത്തിൻ്റെ ദേഹത്ത് അറിയാതെ ഇങ്ങനെ മുട്ടുകയാണ്. ദേവൻ്റെ പോക്കറ്റിൽ നിന്നും ഫോണൊക്കെ താഴെ വീഴുന്നുണ്ട്. പക്ഷേ രോഹിത്ത് ആകെ കലിപ്പിൽ നിൽക്കുകയാണല്ലോ. എന്താടോ തൻ്റെ മുഖത്ത് കണ്ണില്ലേ എന്ന് ചോദിക്കുമ്പോൾ സോറി ബ്രോ കണ്ടില്ല എന്നിങ്ങനെ പറയുമ്പോൾ തൻ്റെ ഒരു ബ്രോ എന്ന് പറഞ്ഞ് വീണ്ടും രോഹിത്ത് ദേഷ്യപ്പെടുകയാണ്. അന്നേരം ഞാൻ കണ്ടില്ല അതുകൊണ്ടാണ് എന്നിങ്ങനെ ദേവനാണെങ്കിൽ വളരെ മാന്യമായിട്ട് സംസാരിക്കുകയാണ്. എന്തോ ആലോചിച്ച ഒരു ടെൻഷനിൽ എന്നിങ്ങനെ ദേവൻ പറയുമ്പോൾ ഇയാൾക്ക് മാത്രമേ ഉള്ളൂ ടെൻഷൻ, വേറെ ആർക്കും ടെൻഷൻ ഇല്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞ് അങ്ങ് ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. പക്ഷേ ശ്യാമ അങ്ങ് മുന്നോട്ട് നിൽക്കുന്നുണ്ട്. പുറകെ ഇങ്ങനെ വിഷ്ണു വരികയാണ്. അന്നേരം പോട്ടെ സാരമില്ല അബദ്ധത്തിലാണെന്ന് പറഞ്ഞല്ലോ എന്നിങ്ങനെ വിഷ്ണു പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. അന്നേരം രോഹിത്ത് പക്ഷേ ദേഷ്യം അങ്ങോട്ട് തീരുന്നില്ല. പിന്നെ വേറെ ആർക്കും ടെൻഷൻ ഇല്ലാത്ത പോലെ ഇയാൾ മനഃപൂർവ്വം എന്നും പറഞ്ഞ് ആകെ ഒരു ദേഷ്യത്തിൽ ദേവനോട് ഇങ്ങനെ സംസാരിക്കാം. പക്ഷേ ദേവന് അവരാരെയും മനസ്സിലാകുന്നില്ല. തുടർന്ന് നമുക്ക് പോകാമെന്ന് വിളിക്കുമ്പോൾ ഒന്നുകൂടി ദേവൻ സോറി പറയുന്നുണ്ട്, എക്സ്ട്രീംലി സോറി എന്നൊക്കെ പറയുമ്പോഴും രോഹിത് അങ്ങോട്ട് മയപ്പെടുന്നില്ല. രോഹിത് അങ്ങ് മുന്നോട്ട് നടക്കുകയാണ്. തുടർന്ന് ദേവൻ അങ്ങ് മുന്നോട്ട് നടക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ വിളിക്കുകയാണ് ഒരു നിമിഷം എന്ന് പറഞ്ഞിട്ട് ദേവൻ്റെ ആ ഫോൺ താഴെ കിടക്കുന്ന കാട്ടി കൊടുക്കുകയാണ്. തുടർന്ന് രണ്ടുപേരും കൂടി ഒരേ സമയം ഇങ്ങനെ കുനിയുന്നുണ്ട് ഫോൺ എടുക്കാൻ. പക്ഷേ വിഷ്ണു ഫോൺ എടുത്ത് ദേവൻ്റെ കയ്യിലേക്ക് അങ്ങ് കൊടുക്കുകയാണ്. തുടർന്ന് ഐ ആം ദേവൻ എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ നേരെ ഇങ്ങനെ കൈ നീട്ടുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ നോക്കുന്നുണ്ട്. തിരിഞ്ഞു നിന്ന് ഈ രോഹിത്തും ശ്യാമയും കൂടി ശ്രദ്ധിക്കുകയാണ്. അന്നേരം വിഷ്ണു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട്. തുടർന്ന് അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ ഒരു നിമിഷം പ്രിൻസിപ്പലിൻ്റെ റൂം എവിടെയാണ് എന്നിങ്ങനെ ദേവൻ ചോദിക്കുമ്പോൾ രോഹിത് ഒന്നുകൂടി തിരിഞ്ഞ് നിൽക്കുകയാണ്. അന്നേരം എന്താ അവിടെ എന്നിങ്ങനെ പറയുമ്പോൾ രോഹിത്ത് തിരിച്ചു വരികയാണ്. എടോ അവിടെ നിന്നേന്ന് പറയുന്നുണ്ട്. അന്നേരം താൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം പ്രിൻസിപ്പലിൻ്റെ റൂമിലേക്ക് എന്ന് പറയുമ്പോൾ എന്തിനാ താൻ പ്രിൻസിപ്പലിൻ്റെ റൂമിലേക്ക് പോകുന്നതെന്നും പറഞ്ഞ് രോഹിത് ആകെ ദേഷ്യപ്പെടുകയാണ്. അന്നേരം ദേവനും ദേഷ്യം വരുന്നുണ്ട്. ഞാൻ സോറി പറഞ്ഞല്ലോ, അറിയാതെ ഒരു ദേഹത്ത് മുട്ടിയെന്നല്ലാതെ നമ്മൾ തമ്മിൽ മുൻപരിചയമോ ഒന്നുമില്ല, ഇങ്ങനെ ചാടിക്കടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ പറയാനുള്ളൊരു സാമാന്യ മര്യാദ വെച്ച് ഞാൻ പറയാം, പ്രിൻസിപ്പൽ എന്നെ വിളിച്ചിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞ് ദേവൻ അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ ഇയാൾ സത്യഭാമയുടെ ഫാദർ അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്, ശ്യാമയും ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ദേവൻ പറയുകയാണ് അതെന്താ അങ്ങനെ ചോദിച്ചതെന്ന് പറയുമ്പോൾ പിന്നെ ഞങ്ങൾ ആരാണെന്നറിയാമോ, തൻ്റെ മകൾ ചാടിച്ചുകൊണ്ട് പോയ പത്മിനിയുടെ അച്ഛനും അമ്മയുമാണ്, തന്നെ കാണാനായിട്ടാണ് ഞങ്ങൾ ഇത്രയും നേരം അങ്ങോട്ട് വരാനായിട്ട് തുടങ്ങിയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതെന്തിനാന്ന് ചോദിക്കുന്നുണ്ട്. ഇത്രയും നല്ല ഒരു മകളെ പടുത്തു ഉയർത്തിയതിന് തനിക്കൊരു അവാർഡ് തരാൻ എന്നൊക്കെ പറഞ്ഞ് രോഹിത് അങ്ങോട്ട് കളിയാക്കുകയാണ്. പക്ഷേ വിഷ്ണു ഇങ്ങനെ പറയുന്നുണ്ട് വന്നേ പോകാം എന്ന്, അതിന് ഇദ്ദേഹം എന്ത് പിഴച്ചു എന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷേ ഇദ്ദേഹമാണ് കുറ്റക്കാരെന്നും പറഞ്ഞ് രോഹിത് ആണെങ്കിൽ ആകെ അങ്ങ് കൊമ്പ് കോർത്ത് വഴക്കിടാനെന്ന പോലെ നിൽക്കുകയാണ്. ശ്യാമ അന്തം വിടുകയാണ്. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, ഇദ്ദേഹം ആരാണ് എന്നൊക്കെ പറഞ്ഞ് ശ്യാമയും ചിന്തിച്ച് നിൽക്കുകയാണ്. അതിനു മുമ്പേ വിഷ്ണുവിനെ കാണുമ്പോൾ ഇതാണല്ലേ ശാലിനിയുടെ വിഷ്ണു എന്നിങ്ങനെ ദേവൻ മനസ്സിൽ കരുതുന്നുണ്ട്. പ്രിൻസിപ്പളാണെങ്കിൽ പിന്നെ രോഹിത്തിനോടുമൊക്കെ സത്യഭാമയെക്കുറിച്ച് പറയുമ്പോൾ സത്യയുടെ കയ്യിൽ ഫോണുണ്ട്, ഫോണും കൊണ്ടാണ് നടക്കുന്നത്, ഒത്തിരി മിടുക്ക് കൂടുതലാണെന്നൊക്കെ സത്യയെക്കുറിച്ചൊക്കെ അധികമൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ വീണ്ടും രോഹിത്താണെങ്കിൽ ദേവനോട് ആകെ അങ്ങ് ദേഷ്യത്തിൽ നിൽക്കുകയാണ്. ഞങ്ങളറിയാത്ത ഒരു രഹസ്യവും പപ്പിമോൾക്കില്ലായിരുന്നു. സ്കൂളിൽ വന്നപ്പോൾ പുതിയ കൂട്ടുകാരായി, തൊടിയിൽ നിന്നൊരു മഞ്ചാടിക്കുരു കിട്ടിയാലും ഞങ്ങളോട് പറയുമായിരുന്നു. ഇപ്പോൾ ആ കുട്ടിയാണെങ്കിൽ വേറെ ഒരു കുട്ടിയോടൊപ്പം സ്കൂളിൽ നിന്നും പോയിരിക്കുന്നു, എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറ്റം മുഴുവൻ ദേവൻ്റെ തലയിലേക്ക്, സത്യഭാമയുടെ അച്ഛൻ എന്ന രീതിയിൽ ദേവൻ്റെ തലയിലേക്ക് വെക്കുകയാണ്. തൻ്റെ മകൾ മിടുക്കിയാണ്, എൻ്റെ മകളെ കൊണ്ടുപോയിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ താൻ വിദേശത്തല്ലായിരുന്നു, ഇപ്പോൾ എവിടെ നിന്ന് പൊട്ടി വീണു ഇങ്ങനെ ഒരു അച്ഛൻ എന്നൊക്കെ പറയുകയാണ്. ഞങ്ങളുടെ ഹോട്ടലിൻ്റെ ആനിവേഴ്സറിയുടെ അന്ന് തൻ്റെ മോള് മൈക്കിൽ കൂടെ പറഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അച്ഛൻ്റെ മുഖമോ അമ്മയുടെ മുഖമോ ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷേ അച്ഛൻ കൂടെ കിടത്തി ഉറക്കുന്നതും പാട്ടുപാടി തരുന്നതും ഭക്ഷണം വാരി തരുന്നതും ഒക്കെയാണ് ഇഷ്ടമെന്ന്. താൻ വിദേശത്ത് കിടന്ന മകൾക്ക് വേണ്ടി പണം ഉണ്ടാക്കിയല്ലായിരുന്നു, തനിക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല. പക്ഷേ കുറച്ച് മുമ്പ് വരെ സത്യയോട് എനിക്ക് ദേഷ്യമുണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ തൻ്റെ കുറ്റം തന്നെയാണ്. സ്വന്തം മകൾ പഠിക്കുന്ന സ്കൂളിലെ പ്രിൻസിപ്പാളിൻ്റെ റൂം ഏതാണെന്ന് അന്യരോട് ചോദിച്ച് മനസ്സിലാക്കുന്ന തന്നിൽ നിന്നും ഇത്രയൊക്കെ പ്രതീക്ഷിക്കാവൂ. തൻ്റെ മകളും ഇനി വളർന്നു വരുമ്പോൾ നല്ല ഒന്നാം തരം കേടിയായിട്ട് മാറും എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കുറ്റപ്പെടുത്തുകയാണ്. അന്നേരം വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ സത്യയെക്കുറിച്ച് ഓരോന്നോരോന്നങ്ങ് കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സ് പിടയുന്നത് മൊത്തം വിഷ്ണുവിനാണ്. വിഷ്ണുവിനങ്ങ് വല്ലാതെ വിഷമം തോന്നുന്നുണ്ട്. ഈ ദേവനാണെങ്കിൽ വിഷ്ണുവിനെ തന്നെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുകയാണ്. അധികം കുട്ടികൾക്ക് തമ്മിലുള്ള ബന്ധത്തിന് നമ്മളെല്ലാവരും വളം വെച്ച് കൊടുത്തു, അതെങ്ങനെയാണ് വീട്ടിൽ വരെ കയറി നിരങ്ങിയല്ലായിരുന്നു, അച്ഛനും അമ്മയും ആരെന്നറിയാത്ത തെമ്മാടി കുട്ടി എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ രോഹിത്
രോഹിത് എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്, വിഷ്ണുവും വിളിക്കുന്നുണ്ട്. പക്ഷേ രോഹിത് അതൊന്നും കേൾക്കുന്നില്ല. സത്യയെക്കുറിച്ച് കുറ്റം പറയുകയാണ്. പപ്പിയെ കൊണ്ടുപോയത് സത്യയാണ് എന്നുള്ള രീതിയിൽ കുറ്റം മുഴുവൻ സത്യയുടെ തലയ്ക്കാക്കിയിട്ട് ദേവനെ എങ്ങ് വഴക്ക് പറയുകയാണ്. സത്യഭാമയുടെ കൊച്ചുമകളോടാണ് കളിക്കുന്നത് എന്ന് ഓർമ്മ വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കൈ ചൂണ്ടിയാണ് ദേവനോടൊക്കെ സംസാരിക്കുന്നത്. താനിപ്പോൾ പൊട്ടി വീണ അച്ഛനല്ലേ, തനിക്ക് പെൺമക്കളെ എങ്ങനെ വളർത്തണമെന്നൊന്നും മനസ്സിലായില്ല. കുറേ കാശ് മാത്രം സമ്പാദിച്ചാൽ പോരെ, അച്ഛൻ്റെ സംരക്ഷണം തന്നെയാണ് വേണ്ടത്, എൻ്റെ സ്വന്തം ചോരയാണ്, എൻ്റെ മകളാണ് എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. ശ്യാമയാണെങ്കിൽ വിഷ്ണുവിനെ തന്നെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. ശ്യാമ ചിന്തിക്കുന്നുണ്ട്, പാവം കുഞ്ഞേച്ചി പറഞ്ഞു വിട്ടതായിരിക്കും, പക്ഷേ ഇപ്പോൾ പാപഭാരം മുഴുവൻ ആ സാധുവിൻ്റെ തലയിലായല്ലോ എന്നും പറഞ്ഞ് ശ്യാമയെ വിഷമിച്ച് നിൽക്കുകയാണ്. തുടർന്ന് രോഹിത് മതിയാക്ക് എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. വിഷ്ണു ഒന്നും പറയുന്നില്ല, രോഹിത് പറയുന്നതൊക്കെ കേട്ടിങ്ങനെ നിൽക്കുന്നുണ്ട്. രോഹിത്തിനോട് മതിയാക്കാനും പറയുകയാണ്. അങ്ങനെ മതിയാക്കുകയാണ്, താൻ ഇതിനൊക്കെ അനുഭവിക്കും എന്ന് പറയുകയാണ്. തുടർന്ന് നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം, ഇപ്പോൾ വഴക്കൂടാനുള്ള സമയമല്ല എന്നും പറഞ്ഞ് രോഹിത്തിനെ മുന്നോട്ട് വിളിക്കുകയാണ്. തുടർന്ന് രോഹിത് അങ്ങ് പോകുന്നുണ്ട്, ശ്യാമയും പിന്നാലെ പോവുകയാണ്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ രോഹിത്തിനെ ഒന്ന് നോക്കിയിട്ട് വിഷ്ണു അങ്ങ് നടന്നു പോവുകയാണ്. രോഹിത്തിനല്ല, ദേവനെ ഒന്ന് നോക്കിയിട്ട് വിഷ്ണു അങ്ങ് നടന്നു പോവുകയാണ്. തുടർന്ന് ഈ കുട്ടികൾ പോകുന്ന ബസ്സും കാണിക്കുന്നുണ്ട്. പപ്പിയാണെങ്കിൽ കൂടെ തിരിഞ്ഞ് ആ വികലാംഗനായ മനുഷ്യനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അന്നേരം ഈ കുട്ടികളെ വഴിതിരിച്ച് വിട്ടിരിക്കുകയാണ്. ഈ കാല് വയ്യാത്ത ആൾ അടിവാരത്ത് ഇറങ്ങേണ്ട കുട്ടികളെ ടോപ്പിലേക്ക് എന്ന് പറഞ്ഞ് ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇയാളും അവിടെ തന്നെ ഇറങ്ങും. ബസ് മീൻപാറയിൽ എത്തിയിട്ടില്ല, അത്രയേ ഉള്ളൂ എപ്പിസോഡ് കാണിക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ ടോപ്പിൽ കുട്ടികൾ ഇറങ്ങുമ്പോൾ അയാളും ഇറങ്ങും. പിന്നീട് എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇനിയിപ്പോൾ ശ്രീരഞ്ജിനിയൊക്കെ വരും, CCTV ഫുട്ടേജ് അങ്ങനെയൊക്കെ വെച്ച് അന്വേഷണം തുടങ്ങും. സത്യയുടെ ഫോണൊക്കെ ഓഫാവും. പിന്നീട് ഓണാകുമ്പോൾ സിഗ്നൽ അനുസരിച്ച് കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങളൊക്കെയാണ് നടക്കുന്നത്. എന്തായാലും ദേവനെ വെല്ലുവിളിച്ചിട്ടാണ് രോഹിത് പോയിരിക്കുന്നത്. തൻ്റെ കുഞ്ഞിനെ കാണാത്തതിനുള്ള അമർഷമാണ് രോഹിത് അവിടെ കാണിക്കുന്നത്. പക്ഷേ ആരെക്കാളും ഒക്കെ അവിടെ വിഷമം ഉണ്ടാകുന്നത് വിഷ്ണുവിന് തന്നെയാണ്. ഇത്രയുമാണ് പുതിയ വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.